ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ പൊതിച്ചോറിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര പരാതിയായിരുന്നു ഞാൻ ചെറിയ വാഴയില എടുക്കുന്നു. അപ്പോൾ ഇത് പരിഹാരമായിട്ട് വലിയ വാഴയില എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി ആദ്യം തന്നെ വാഴയില നല്ലൊരു വാട്ടി വെച്ചിട്ട് അതിലോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലോട്ട് ചില ഉപ്പിൻ്റെ നീരും കൂടി ഒഴിച്ചിട്ട് ചൂട് ചോറ് അങ്ങോട്ട് വിളമ്പി. അപ്പം ചോറ് വിളമ്പി കഴിഞ്ഞിട്ട് നമ്മുടെ തേങ്ങാ ചമ്മന്തി, വറുത്തരച്ച തേങ്ങാ ചമ്മന്തിയാണ് അമ്മച്ചി വെക്കുന്നത്. അങ്ങനെ തേങ്ങാ ചമ്മന്തി ഉരുട്ടിയിട്ട് ഇങ്ങനെ ഉരുട്ടി ഒരു സൈഡിലോട്ട് വെച്ചു. അതോടൊപ്പം നമുക്ക് ഇന്ന് മെഴുക്കുവരട്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് 2 മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ വെണ്ടയ്ക്ക, ബീൻസ് അങ്ങനത്തെ അലവുലത്തെ സാധനം വെച്ച വേറൊരു മെഴുക്കുവരട്ടി. അപ്പം അങ്ങ് മെഴുക്കുവരട്ടി കഴിഞ്ഞിട്ട് നമുക്ക് എന്തായിരുന്നു വേണ്ടത്, അച്ചാർ, നല്ല മാങ്ങ അച്ചാറായിരുന്നു കേട്ടോ. മാങ്ങ അച്ചാറുണ്ടായിരുന്നു. പിന്നെ ഈ പൊതി എനിക്ക് മാത്രമല്ല കേട്ടോ, എനിക്കും എൻ്റെ അമ്മച്ചിക്കും കൂടിയാണ്. അപ്പോൾ അമ്മച്ചി എൻ്റെ കൂടെ വരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒരുമിച്ച് ഒരു പൊതി എടുത്താൽ മതി, എനിക്കിങ്ങനെ 2 വെയിറ്റ് എന്ന് വെച്ചാൽ 2 പൊതിയായിട്ട് ഇത് കൊണ്ട് നടക്കാൻ വയ്യ, അതുകൊണ്ട്. അപ്പോൾ മാങ്ങ അച്ചാർ വെച്ചു. അതോടൊപ്പം എനിക്ക് മീനില്ലായിരുന്നു, ഒറ്റ ഉള്ളായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, അമ്മ എനിക്ക് കിളിമീൻ വെച്ചു. ഞാൻ വേറെ മീനൊന്നും കൂട്ടില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ എൻ്റെ പേര് ഉണക്കമീനൊന്നും കൂട്ടില്ല. അപ്പോൾ എനിക്ക് കിളിമീൻ വറുത്ത് വെച്ചു. അമ്മച്ചി എന്ത് ചെയ്തു, മറ്റേ ഉണക്കമീൻ അത് വറുത്ത് സൈഡിലാക്കി. അപ്പോൾ നമുക്ക് ഇത്രയായിരുന്നു നമുക്കിന്ന് പൊതിയിൽ ഉണ്ടായിരുന്ന കറികൾ. അപ്പോൾ അങ്ങനെ എല്ലാ കറികളും നമ്മൾ സെറ്റാക്കി നമ്മൾ പൊതിയാൻ പോവാണ്. അപ്പോൾ എന്ത് ചെയ്തു, പൊതിഞ്ഞ സമയത്ത് ചെറിയൊരു പാളിച്ച പറ്റി, അമ്മയ്ക്ക് ഇലയൊന്ന് കീറി. അപ്പോൾ എന്നാലും അമ്മച്ചി വിട്ടുകൊടുത്തില്ല. അമ്മച്ചി അത് സെറ്റായിട്ട് തന്നെ പൊതിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ്, നമ്മുടെ പൊതിച്ചോറ്. അപ്പോൾ ഇഷ്ടപ്പെട്ട നമ്മുടെ പേജ് ഉറപ്പാണ് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ, ബൈ.